ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി വെർസറ്റൈൽ ആയിരിക്കണം. എനിക്ക് ഒരു പാറ്റേൺ മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്ങനെ വൈറലാകാം എന്നുള്ള ഇത് വെച്ചോണ്ടുള്ള സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. മദ്യം കഴിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. എന്തുകൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. സൊസൈറ്റിയിൽ ആൻസർ ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാത്ത? അല്ല, ഞാൻ അഡ്വക്കേറ്റ് അല്ല. എന്താണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? സിനിമ എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് സ്പാനാണ്. അതായത് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. സീരിയൽ അങ്ങനല്ല, ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുക. അയ്യോ അങ്ങനല്ല ഞാൻ പറഞ്ഞ. അപ്പൊ നമ്മൾ ചെയ്യുമ്പം സിനിമ ഇറങ്ങും എന്ന്, അല്ലെങ്കിൽ അത് എല്ലാരും കാണും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. വേണ്ട, ഓരോരുത്തര് എനിക്ക് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുന്നു, അനീഷിന് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം അനീഷ് ചെയ്യുന്നു. ഇപ്പൊ കമന്റ് വരും ആണ്ടിരിക്കുന്ന കോഴിയെന്ന് എന്നെ. ഹായ്, ഹലോ, നമസ്കാരം. മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. ഇനി നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത്, കാര്യം നമ്മളെന്ന് പറയാൻ കാരണം 300ന്റെ നിറവിലാണ് നമ്മൾ നിൽക്കുന്നത്, നമ്മുടെ പാർവതിയുടെ. അപ്പോൾ ഇനി പരിചയപ്പെടുത്താൻ പോകുന്ന ആളിനെ എല്ലാവർക്കും അറിയാം, സുപരിചിതയാണ്. സീരിയലല്ല, സിനിമയിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തി. അത് മാത്രമല്ല, ആങ്കറിങ് വശമുണ്ട്, ആങ്കറിങ് ഉണ്ട്, സകലകലാ വല്ലഭി എന്ന് തന്നെ പറയാം. സ്വാഗതം ചെയ്യാം ലിനി ചേച്ചി. സകലകലാ വല്ലഭി അല്ലേ? ചേച്ചി സുഖമായിട്ടിരിക്കുന്നു? കാര്യം നമ്മൾ സുഖം ചേച്ചി, ഒരു കുഴപ്പമില്ല. കാര്യം ഈ പാർവതിയുടെ ലൊക്കേഷൻ വന്നിട്ട് പോകാൻ തോന്നുന്നില്ല. കാര്യം ഇവിടെ ഉള്ള ക്രൂ ഇല്ലേ എല്ലാവരും, അതായത് ഇപ്പോൾ മേക്കപ്പ് ആയിക്കോട്ടെ, ഒരു വെള്ളം തരാമ പ്രൊഡക്ഷൻ ബോയ് ആയിക്കോട്ടെ, എല്ലാവരും ഭയങ്കര കെയറിങ്ങും ഭയങ്കര സന്തോഷം. അല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു, ചില സെറ്റിൽ പോകുമ്പോൾ മൈൻഡ് പോലും ആരും ചെയ്യാറില്ല. കാര്യം നമ്മൾ യൂട്യൂബേഴ്സ് എന്തിനാ അവന്മാരെ മൈൻഡ് ചെയ്യുന്നുള്ളത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അടിപൊളി കേട്ടോ. ചേച്ചി ഉൾപ്പെടെ നമ്മൾ ഈ പറയുന്ന 2 ദിവസം മുമ്പ് വന്നു, വീണ്ടും കല്യാണത്തിന്റെ ഒരു തിരക്കിൽ നമ്മൾ ഓടിയെത്തിയതാണ്. പറയാ ചേച്ചി, കല്യാണം എവിടെ പറയാം? ചേച്ചിയുടെ അല്ല, അത് മനസ്സിലായല്ലോ. കല്യാണം ഇപ്പൊ നമ്മളിങ്ങനെ മണ്ഡപത്തിലോട്ട് ഞങ്ങളിങ്ങനെ കയറി, അടുത്തത് എന്താ നടക്കുന്ന ആകാംക്ഷ ഭരിതരായ നിമിഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. ജാസ്മിന്റെ കഴുത്തിൽ വരൻ താലി കെട്ടുമോ? ജാസ്മിന്റെ കഴുത്തിൽ വിശാൽ താലി കെട്ടുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഞങ്ങളുടെ ആഗ്രഹം വിശാൽ കല്യാണം കഴിക്കണം എന്നാണ്. ജാസ്മിൻ എന്റെ ആഗ്രഹം. വിശാൽ ഓൾറെഡി ആണ്, അതുകൊണ്ടാണല്ലോ ഞാൻ നെഗറ്റീവ് റോളായത്. അതാണല്ലോ കഥ. അല്ല, അതെന്തിനാണ് ചേച്ചിക്ക് അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ, മനസ്സിലല്ല ചേച്ചിയുടെ മനസ്സിൽ എന്തിനാണ് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരമാണ് പാർവതി കാണൂ. അല്ല, എന്തിനാണ് ചേച്ചി ഇത്രയും ദുഷ്ടത കൊണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? ഒരാളുടെ ഭാര്യയുണ്ട്, അത് പ്രഭാവതിയല്ലേ? ഇപ്പം മനീഷ് ഇപ്പൊ ഡിനിയല്ലേ ഇന്റർവ്യൂ ചെയ്യുന്നേ? ഞാൻ ക്യാരക്ടർ ഒന്ന് കൊണ്ടുവരാൻ നോക്കിയതാ ചേച്ചി. എങ്കിലും വളരെ സന്തോഷം ചേച്ചി. ചേച്ചി ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കഴിവ് മറ്റു പല റോൾസും ചെയ്യാൻ നമുക്ക് പറ്റുമെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ചേച്ചി. അമ്മ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ. എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടൊരു സീൻ, അധികം ഇല്ലെങ്കിൽ പോലും ചേച്ചിക്ക് നമ്മുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷനിൽ ആ ഒരു അമ്മ വേഷം, കട്ടപ്പനയിലെ സിദ്ദിഖിക്കയുടെ വൈഫായിട്ട് സീമ എന്നൊരു റോൾ നമ്മൾ ചെയ്യുമ്പം വളരെ ചെറുതാണ് എങ്കിൽ പോലും, പക്ഷെ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ട്രോള് വന്നുകൊണ്ടിരിക്കുന്ന ഒരെണ്ണം ഇതാണ്. കാരണം അങ്ങനെ ഒരെണ്ണം കിട്ടുക വളരെ ചാൻസ്. ഞാൻ പെണ്ണ് കാണൽ സീൻ്റെ ഇത് വെച്ചിട്ട് പല അന്നത്തെ എന്താണോ കറണ്ട് ഇഷ്യൂ അതിനെ വെച്ചുകൊണ്ട് എനിക്കിഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ടുള്ളത്. തീർച്ചയായിട്ടും. കാരണം എന്നെ ഈ ക്യാരക്ടർ വിളിച്ചപ്പം ചെറിയ സീനാണ് എന്നോട് പറഞ്ഞു. പക്ഷേ ഇത് ഭയങ്കര ഒരു തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടും, നല്ല ചിരി ഉണ്ടാകുന്ന ഒരു സീനാണ് എന്ന് പറഞ്ഞാൽ വിളിച്ചത്. ആദ്യത്തെ സിനിമയല്ലേ, ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞു. ഫസ്റ്റ് മൂവി ആയിരുന്നു. പക്ഷെ ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ അതിനകത്ത് ആ ഒരു കഥാപാത്രം ജനിച്ച കുട്ടി കറുപ്പു, അച്ഛനെ അമ്മയെ നോക്കും നല്ല വെളുപ്പ്. അത് ഞാൻ ഞാവൽപ്പഴം കഴിച്ചോണ്ട. അപ്പം ആ വിഷ്ണു ഉണ്ണികൃഷ്ണനകത്ത് കാണിക്കുന്ന ചില ക്രയങ്ങളൊക്കെ ഉണ്ട്. കാര്യം കൈ കൊണ്ട് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്നെ എന്തിനു ജനിപ്പിച്ചെന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെ ആ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായത്. കാര്യം ആ സീനിലൊന്നും ചേച്ചി ഇല്ല, അപ്പോഴത്തേക്കിനും മരിച്ചുപോയി എന്നുള്ളതാണ് അതിനകത്ത് കഥാപാത്രം. അല്ല, നമ്മൾ തിയേറ്ററിൽ പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ആ സിനിമയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് തോന്നത്തില്ല. ഞാൻ തിയേറ്ററിൽ പോയി കഴിയുമ്പോൾ ആ സിനിമയുടെ കഥ നമ്മളൊരു ആരാണെങ്കിലും എങ്ങനെയാണ് ഒരു ഓഡിയൻസ് കാണുന്നത് അതേ ലെവലിൽ നമ്മൾ കണ്ടുപോവുകയാണ്. അല്ല, ചേച്ചിയിൽ നിന്നാണല്ലോ കഥ തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനകത്താണല്ലോ തുടങ്ങുന്നത് വിഷ്ണുവിൻ്റെ ആ ഒരു എൻട്രി. ചേച്ചി സിനിമകളിലേക്ക് നോക്കുമ്പോഴായാലും സീരിയലിലേക്ക് വരുമ്പോഴും ഒത്തിരി ഡിഫറൻസ് ഉണ്ട്. അഭിനയത്തിലായാലും കോസ്റ്റ്യൂമിലായാലും എല്ലാത്തിനും ഡിഫറൻസ് ഉണ്ട്. ചേച്ചിക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ളത്? സിനിമയാണോ ചെയ്യാൻ, സീരിയലാണോ ചെയ്യാൻ? നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. രണ്ടും 2 വേർഷനാണ്. ഇപ്പോൾ നമുക്കിപ്പം രാവിലെ ഇപ്പം നമ്മളോട് ചോദിക്കാൻ നിനക്ക് അപ്പം ആണോ വേണ്ടി ഇടിയപ്പം ആണോ വേണ്ടിയെന്ന് ചോദിച്ചാൽ രണ്ടും 2 രുചിയാണ് അല്ലേ? അല്ല, ഇപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നിനക്ക് ജീൻസ് ആണോ വേണ്ടിയത് അതോ പാൻ്റ് ആണോ വേണ്ടിയത്? രണ്ടും 2ആണ്.
അതുപോലാണ് ഇപ്പോൾ ഈ ചോദ്യം. ബിഗ് സ്ക്രീൻ ആണോ സ്മോൾ സ്ക്രീൻ ആണോ ഇഷ്ടം? രണ്ട് ലെവൽ ഓഫ് എന്താ ഇവിടെ നടക്കുന്നത്? എന്താണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ? പാന്റ് ജീൻസ് അപ്പ ഇടിയപ്പം. അല്ല ഞാൻ പറഞ്ഞു നമുക്ക് അതിൽ ഏതാ നല്ലത് നമുക്ക് പറയാൻ പറ്റുമോ? രണ്ടും രണ്ട് രീതിയാണ്. അതുപോലെയാണ് സിനിമയാണോ സീരിയലാണോ നല്ലത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊത്തിരി വലുതാണ്, ബിഗ് സ്ക്രീനാണ്. അതിപ്പോൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണണം, അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കാണണം. പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകളെ ആ മൂവി കാണുന്നുള്ളൂ. പക്ഷേ സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ വീടുകളിലും കാണുന്നതാണ്. എല്ലാ ആളുകളും മീൻസ് കാണുന്ന പ്രേക്ഷകർ ഒരു സ്ഥിരമായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുക. ഒരു ദിവസം ഇന്ന് ഞാൻ വന്നു കഴിഞ്ഞാൽ നാളെയും ഇന്ന സമയത്ത് ഞാൻ വരും എന്ന് അവർക്കറിയാം. ഒരു പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. സിനിമ നമ്മൾ ഒന്ന് ചെയ്ത് അടുത്ത സിനിമയിൽ അവൾ വരുമോ ഇല്ലയോ പറയാൻ പറ്റത്തില്ല. തിരിച്ചറിയുന്ന ഏറ്റവും കൂടുതൽ എനിക്ക് സീരിയലാണെന്ന് തോന്നുന്നല്ലേ. ഒരു സിനിമ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സിനിമ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും. ചെറിയ സീനായാൽ പോലും എല്ലാവരും തിരിച്ചറിയണമെന്നില്ല. തീർച്ചയായിട്ടും റീച്ച് കൂടുതൽ എപ്പോഴും സീരിയലിനാണ്. ഞാൻ ചെയ്ത 2-3 സിനിമകൾ ഇറങ്ങാത്തത് കൊണ്ട് മനസ്സിലായോ? അപ്പോൾ നമ്മൾ ചെയ്യുമ്പം സിനിമ ഇറങ്ങും എന്നല്ലെങ്കിൽ അത് എല്ലാവരും കാണും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പിന്നെ അഭിനയിച്ച സിനിമയിൽ തന്നെ ഡ്യൂറേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പല സീൻസുകളും വെട്ടിച്ചുരുക്കിയ സിനിമകളും ഉണ്ട്. വരാനുള്ളതുണ്ട്. ഞാൻ പറഞ്ഞില്ല, കട്ടപ്പനയിലെ ഋതിക് റോഷനകത്ത് പോലും ഇതിനേക്കാട്ടി വളരെ രസകരമായിട്ടൊരു സീൻ ഉണ്ടായിരുന്നു. എനിക്ക് അതായിരുന്നു ഇപ്പോഴത് ഓർക്കുമ്പോൾ പോലും ചിരി വരുന്നത്. അതായത് ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന സമയം സിദ്ദിഖിക്ക ഇങ്ങനെ പശുവിനെ ഇങ്ങനെ എണ്ണ തേപ്പിച്ചു നിൽക്കുന്നു. ആ സിദ്ദിഖിക്കയുടെ ക്യാരക്ടർ ജയൻ്റെ ഒരു ഇതാണല്ലോ. അപ്പം സിദ്ദിഖിക്ക ഇങ്ങനെ പശുവിനെ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ ചോദിക്കുക, നിങ്ങളെന്താ ഈ പശുവിനെ രാവിലെ മുതൽ എണ്ണ തേപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? പുള്ളി അറിയാം അതിൽ നമുക്ക് കുതിരയില്ലല്ലോ. ഇല്ലില്ല അല്ല ഒരിക്കലും അല്ല ആ സീൻ ഉണ്ടോ അതിനകത്ത്? ഇല്ലില്ല, അത് കട്ട് ചെയ്തു. ചേച്ചി കാണാൻ പോയപ്പോഴേക്കില്ല അങ്ങനെ അല്ല സീൻ ഉണ്ടോ അതിനകത്ത്? ഇല്ല അതില്ല. ബെറ്റ് വെക്കുന്നു. ഞാൻ അതിനകത്ത് ആ ഒരു സീൻ ഉണ്ടെന്ന് കാണിച്ചു തന്നാൽ ചേച്ചി എന്ത് തരും? അങ്ങനെ ഇല്ലല്ലോ എന്റെ അറിവില്ല. അല്ല എന്ത് തരും ഞാൻ അത്രയും കോൺഫിഡന്റ് ആയിട്ട് പറയാം. ആ സീൻ ഉണ്ട് അതിനകത്ത്. ഇങ്ങനെ തടവി വരുമ്പോൾ ചേച്ചി ചോദിക്കുന്ന സീനുണ്ട്. അത്രയും ജയനെ അത്രയും ആരാധിക്കുന്ന സീൻ, ആ സീനാണ് അതിനകത്ത് മെയിൻ സീൻ. പക്ഷെ അതിനകത്തില്ല. ഉണ്ട് ചേച്ചി. ചേച്ചി ബെറ്റ് വെക്കുന്നത് അല്ലല്ല, ഇനി ഇത് പന്തായം വെച്ചിട്ട് പോയാൽ. ഇല്ല ഞാൻ ബെറ്റ് വെക്കുന്നില്ല. ബെറ്റ് വെക്കുന്നില്ല. അതുണ്ടായിരുന്നു. അല്ല ഞാനത് ചുമ്മാ ഇതായിട്ട് പറഞ്ഞു. പക്ഷെ ആ നല്ല സീനുകളായിരിക്കും, കോമഡി ആയിരിക്കും. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഡ്യൂറേഷൻ അങ്ങനെ കൂടി പോവാ. നമുക്കിപ്പോൾ ഒരു ലിമിറ്റഡ് ടൈം ആയിരിക്കുമല്ലോ. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് സ്പാനാണ്. അത് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. പക്ഷെ സീരിയൽ അങ്ങനെയല്ല, ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഞങ്ങളുടെ ഇപ്പം കഴിഞ്ഞ ഏപ്രിലാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഷൂട്ട് തുടങ്ങിയത്. അപ്പം നമ്മളിത് കഴിഞ്ഞപ്പോൾ മെയ് ആയി, 1 വർഷം കഴിഞ്ഞു. അറിഞ്ഞില്ല. പക്ഷേ ഈ സിനിമ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ചേച്ചി നമ്മളൊരു സീൻ ചെയ്ത് ആ സീൻ അവിടെ കഴിഞ്ഞു മറന്നു, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഡെപ്ത് ആയിട്ടുള്ള ഒരു സീൻ, ആഴത്തിലുള്ള, ചേച്ചിയുടെ ഫസ്റ്റ് സിനിമയിൽ തന്നെ അത് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള സിനിമകൾ ഇപ്പോൾ സുരാജ് ചേട്ടൻ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം കോമഡിയിൽ നിന്നും ഭയങ്കരം സീരിയസ് കഥാപാത്രങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആക്ഷൻ ഹീറോ ബിജുവിലൊക്കെ ചെയ്ത പോലെ. അപ്പോൾ അതുപോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ മീൻസ് സെൻറ്റിമെൻറ്റ്സ് കഥാപാത്രങ്ങൾ കൂടുതൽ ചെയ്യാൻ ഇഷ്ടമാണ്. എനിക്ക് നമ്മളൊരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും വെർസറ്റൈൽ ആയിരിക്കണം. എനിക്ക് ഒരു പാറ്റേൺ മാത്രമേ പറ്റുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പല രീതിയിലുള്ളത് ചെയ്യണം. ഇപ്പം ഞാൻ കോമഡി ടൈപ്പുള്ളത് ചെയ്തിട്ടുണ്ട്, സീരിയസ് ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്, എന്നാൽ ഒരു സെൻറ്റിമെൻ്റൽ ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. നമ്മൾ പല രീതി ചെയ്തുകൊണ്ട് ഭയങ്കര ഇപ്പം വരാൻ പോകുന്ന സുരേഷ് ഗോപി ചേട്ടൻ്റെ JSK, ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള, എൻ്റെ ഷോർട്ട് ഫോമാണ് JSK. അപ്പം അതിനകത്തെന്ന് പറഞ്ഞാൽ ഞാനൊരു ഡോക്ടറാണ്. ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, അത് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവത്തിൻ്റെ അതാണ് അതിൻ്റെ പ്രമേയം, അതിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ. അപ്പം ആ ഒരു പ്ലോട്ടിനെ ശരിക്കും പുറത്തോട്ട് വിടുന്നത് എൻ്റെ ക്യാരക്ടറാണ്. ഭയങ്കര രസകരമായിട്ടുള്ളൊരു ക്യാരക്ടറാണത്. അത് ഏതൊക്കെ തലത്തിലേക്ക് പോകുന്നുണ്ട്? കോമഡിയും സീരിയസും എല്ലാം ഉണ്ടോ? അതോ ഫുൾ സീരിയസ് മാത്രമേ ആ സിനിമയല്ലയോ? ആ സിനിമയിൽ എൻ്റെ സീരിയസ് ക്യാരക്ടറാണ്. ചേച്ചി ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന ഒരു ചെറിയൊരു ഡിപ്ലോമാറ്റിക് ആൻസർ പാടില്ല. ചേച്ചി ആങ്കറാണ്. ആസ് എ ആങ്കർ ഞാൻ ചോദിക്കുകയാണ്, ചില സ്റ്റേജുകളിൽ പോകുമ്പോൾ ഒരു 90% സ്റ്റേജിലും ഫീമെയിൽ ആങ്കേഴ്സ് മതി, എല്ലാം മെയിൽ ആങ്കേഴ്സ് വേണ്ട. ചേച്ചി ഒരു ആങ്കറാണ്. അല്ല ഞാൻ അനുഭവസ്ഥനാണ്. അത് എന്തുകൊണ്ടായിരിക്കും ചേച്ചി? കാര്യം നമ്മൾ മെയിൽ ആങ്കേഴ്സ് ചെയ്യുന്ന പോലെ ഫീമെയിൽ ആങ്കേഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ഓഡിയൻസിന്റെ അടുത്ത് ഞാൻ അനീഷിനെ ഞാനൊരു പൂന്തോട്ടത്തിലേക്ക് വിടുന്നു. പല നിറത്തിലുള്ള പൂക്കൾ അവിടെ നിൽക്കുന്നു. ഓക്കെ, അനീഷ് ഏത് കളർ, നിറം മങ്ങിയ പൂക്കളാണോ നിറമുള്ള പൂക്കളാണോ എടുക്കുന്നത്? ഞാൻ എല്ലാം നോക്കും, അത്രയേ ഉള്ളൂ.
ഡിപ്ലോമാറ്റിക് അപ്പൊ ആയിട്ട് ഞാൻ ആണുങ്ങളെ കാണാൻ കൊള്ളില്ല ചേച്ചി പറഞ്ഞേ. അയ്യോ അങ്ങനെയല്ല ഞാൻ പറഞ്ഞ ഞങ്ങൾ നിങ്ങൾക്കാണെങ്കിൽ എന്താ ഒരു കോസ്റ്റ്യൂം, ഒരു ഷർട്ട്, ഒരു പാന്റ്, തീർന്നു. ഷൂ വേണം, ജാക്കറ്റ് വേണം, ഷൂവും ജാക്കറ്റും ഒക്കെ തീർന്നു. ഞങ്ങൾക്കോ ചെരുപ്പ് മുതൽ അങ്ങോട്ട് തുടങ്ങുകയല്ലേ. ചെരുപ്പ്, ഡ്രസ്സ്, അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക്, പൊട്ട്, കമ്മല്, വള, മാല, ഇങ്ങനെ നീണ്ടു നിവർത്തി. വേറെ കാര്യങ്ങളുണ്ട്. വെയിലത്ത് നിങ്ങൾ നായകരെയും പാടായിരിക്കും, ആണുങ്ങൾ അങ്ങനല്ല. ഇല്ലില്ല, അത് ഞങ്ങൾ സൺസ്ക്രീൻ വെച്ച് അഡ്ജസ്റ്റ്. അല്ല ചേച്ചി, ഞാൻ സീരിയസ്ലി ചോദിച്ചാണ്. ചില ഷോപ്പുകൾ അല്ലെങ്കിൽ വലിയ വലിയ ഈവൻറ്റ്സ് വരുമ്പോഴത്തേക്കിനും അവർ പ്രിഫർ ചെയ്യുന്നതെല്ലാം ഫീമെയിൽ ആങ്കേഴ്സിനെ ആയിരിക്കും. മെയിൽ ആങ്കേഴ്സ് നിന്നാൽ ആൾ കൂടില്ല എന്നുള്ള ഒരു, അതുകൊണ്ടാണോ? അങ്ങനെ ആള് കൂടില്ല എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ ആരാണെങ്കിലും നമുക്ക് നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന് ശ്രദ്ധിക്കപ്പെടണം എന്നുള്ളൊരു കാര്യം കൊണ്ടാണല്ലോ. ഇപ്പം എനിക്കൊന്നും നമ്മുടെ പൊതുസമൂഹത്തിൻ്റെ കുഴപ്പമാണെന്ന് അറിയത്തില്ല. ഒരാണ് ഒരു റോഡിൽ നിന്ന് വിഷമിച്ച് നിന്നോ കരഞ്ഞു നിന്നാലും ആരും മൈൻഡ് ചെയ്യത്തില്ല. അതേസമയം ഒരു പെൺകുട്ടി അല്ലെ ഒരു യുവതി അല്ലെ ഒരു ഇച്ചിരി പ്രായമുള്ള ഒരു മധ്യവയസ്ക ആരാണെങ്കിലും വിഷമിച്ച കരഞ്ഞു നിന്ന ആളുകൾ അവിടെ കൂടും. എന്താ അതിൻ്റെ ആൻസർ? തീർച്ചയായിട്ടും അതേ ഉള്ളൂ. അല്ല, അപ്പം എല്ലാരും പറയുന്നത് കറക്റ്റാണ്. ഒരു ആണിന്റെ നട്ടല്ലെന്ന് പറഞ്ഞ പെണ്ണെന്ന് പറഞ്ഞ കറക്റ്റാണ്. അതെ എനിക്ക് ആൻസർ ഉള്ളൂ പറയാനായിട്ട്. അല്ല, ഞാൻ അതിനകത്ത് എന്തെങ്കിലും വേറെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതെങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് കളർഫുൾ ആയിരിക്കും. ലേഡീസിന് അവർ കൂടുതലും പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മാരിവില്ലിൻ ഗോപുരം പോലെ, മഴവില്ലിന് പോലും പല നിറങ്ങൾ, 7 നിറം ചിലപ്പോൾ നിങ്ങളൊരു ആങ്കറിനെ വെച്ച് കഴിയുമ്പോൾ അവർ ദേഹത്ത് കാണും. മാരിവില്ലിൻ ഗോപുരമില്ല, കുറച്ച് ഗോപുരം പണിയോ. അല്ല ചേച്ചി പറയാനത്തെ കാരണമുണ്ട്. കാര്യം ഒരാണ് എത്ര നിന്ന് വേദി സംസാരിച്ചാലും അവന് തലയ്ക്ക് ഭ്രാന്താന്ന് പറഞ്ഞു പോകുന്ന ആൾക്കാരാണ്. ഒരു പെണ്ണ് അവിടെ നിന്ന് കരഞ്ഞാൽ എത്ര ആളുകൾ ശ്രദ്ധിക്കും? അതേസമയം ഒരു ആണ് കരഞ്ഞാൽ എത്ര ആളുകൾ ശ്രദ്ധിക്കും? കുറവാണ്. പക്ഷേ നമ്മുടെ ക്രൗഡിന്റെ ഒരു സൈക്കോളജീനെ ആളുകൾ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇപ്പൊ ഒരു വേദിയിൽ നമ്മളിപ്പോ ഒരു പ്രോഗ്രാം വെക്കുന്നത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ. ഇപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു സ്റ്റേജ് ഷോ നടത്തുകയാണ്. അപ്പൊ എന്റെ ഈ സ്റ്റേജ് ഷോയിൽ ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ ഹലോ ഗുഡ് ഈവനിങ് ഞാൻ പറയുന്നു. നിങ്ങൾ എങ്ങനെ പറയും? ഹലോ ഗുഡ് ഈവനിങ് നമസ്കാരം. അവിടെ ഡെപ്ത് കൂടുതൽ എപ്പോഴും ഉള്ള പെണ്ണുങ്ങളുടെ വോയിസ് കുറച്ചുകൂടെ ഷ്രില്ലാണ്. അതപ്പോ കുറച്ചുകൂടെ കൂടുതൽ അങ്ങോട്ട് കയറും. കുറച്ച് കൂടുതലാണ്. ബാസിന്റെ ഒന്നുമല്ല, ഞാൻ സിമ്പിൾ ആയിട്ട് ആൻസർ പറഞ്ഞു. അട്രാക്ഷൻ അതേ ഉള്ളൂ. ഞാൻ ആകർഷണം എല്ലാവരിലേക്കും എത്തുക എന്നുള്ളത്, എല്ലാവരും കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടി. അതെ ചേച്ചി, ഈ മദ്യപിക്കുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല, ഉണ്ടായിരിക്കാം. സ്മോക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം. അതുപോലെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസിൽ ഉണ്ടായിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഈ 3 പേരോടും പറയാനുള്ള, ഈ 3 തലത്തിലുള്ള ആൾക്കാരോടും ചേച്ചിക്ക് എന്തെങ്കിലും ഉപദേശങ്ങൾ കൊടുക്കാറുണ്ടോ? കാര്യം ഉപദേശം ചെയ്യുന്നില്ല. കാരണം ഓരോരുത്തര് എനിക്ക് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം ഞാൻ ചെയ്യുന്നു, അനീഷിന് റൈറ്റ് എന്ന് തോന്നുന്ന കാര്യം അനീഷ് ചെയ്യുന്നു. ചിലപ്പം എൻ്റെ കണ്ണിൽ റൈറ്റ് എന്നുള്ളത് അനീഷിന്റെ കണ്ണിൽ ചിലപ്പോൾ കുറ്റമായിരിക്കാം, അനീഷിന് ശരിയെന്നുള്ളത് എൻ്റെ കണ്ണിൽ കുറ്റമായിരിക്കാം. അപ്പൊ പിന്നെ ഞാൻ അതല്ല, ഓരോരുത്തരുടേതായ ഇഷ്ടങ്ങളാണ്. ചേച്ചി, ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം ചേച്ചി ഒരു തമാശ രീതിയിൽ എടുത്താൽ മതി, എന്നെ ദേഹോദ്രവം ചെയ്യല്ലേ. എങ്ങനെ വൈറലാകാം എന്നുള്ള ഇത് വെച്ചോണ്ടുള്ള സൈക്കോളജിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ മദ്യം കഴിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഗ്യാതറിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഷൂട്ടിംഗ് ലൊക്കേഷനിലോ? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനൊരു ക്രിസ്ത്യൻ ഫാമിലി എന്നുള്ള ഒരാളാണ്, അറിയാലോ. അപ്പം ഞങ്ങൾക്ക് ഒരു മദ്യം എന്നുള്ള രീതിയിൽ നമുക്ക് അതിനൊരു ഉത്തരം പറയാൻ പറ്റത്തില്ല, മനസ്സിലായോ? ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോൾ ഞങ്ങൾക്ക് വൈനുകൾ ഉണ്ടാകാം, അതൊരു ആൽക്കഹോളാണ് അല്ലേ? ഞങ്ങൾ ഫാമിലി അതൊക്കെ അതിനൊരു പബ്ലിക്ലി ആൻസർ ചെയ്യുന്ന ഒരു കാര്യമല്ല. മദ്യം കഴിച്ചിട്ടുണ്ടോ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചില്ല. അതുപോലെ ലിക്വിഡ് അല്ലേ? എന്താ മദ്യത്തിന് മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്യുന്ന? എന്താ വാട്ടർ പച്ചവെള്ളം, ഗ്രീൻ വാട്ടർ അല്ല, വാട്ടർ, പ്ലെയിൻ ഡ്രിങ്കിങ് വാട്ടർ. അപ്പം ഓരോരുത്തരും കാണുന്ന പെർസ്പെക്റ്റീവ്. അപ്പം മദ്യം എന്നുള്ളത് എന്തോ സോക്കോൾഡ് ഹൈലി നമ്മുടെ സൊസൈറ്റിയിൽ വെച്ചേക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ മാത്രം സ്പെസിഫിക് ചെയ്യുന്നു. എന്തുകൊണ്ട് കൊക്കക്കോള കുടിച്ചില്ലെന്ന് ചോദിച്ചില്ല, എന്തുകൊണ്ട് ചോദിച്ചില്ല? ചേച്ചി ഇപ്പൊ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നില്ലേ കമന്റ്സ്? ചേച്ചിക്ക് നല്ല സപ്പോർട്ട് എനിക്ക് പൊങ്കാലയായിരിക്കും ഉറപ്പായിട്ടും. ഞാനൊന്നും സപ്പോർട്ട് ചെയ്തില്ലല്ലോ. ഞാൻ എന്തിനെ സപ്പോർട്ട് ചെയ്തു? ഞാൻ മദ്യത്തിനെ സപ്പോർട്ട് ചെയ്തില്ല. ഞാൻ മദ്യത്തിനെ സപ്പോർട്ട് ചെയ്തു. ചേച്ചി അങ്ങനല്ലേ പറഞ്ഞു? അല്ലല്ല, ഞാൻ പറഞ്ഞത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു കുഴപ്പമാണ്.
നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചു ചേച്ചി മദ്യത്തെ പറ്റി ചോദ്യം എന്തുകൊണ്ട് ചേച്ചി മിറിന്റെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചില്ല? അല്ല മിറിന്റെ മദ്യമല്ലല്ലോ, അതാ മദ്യം പറഞ്ഞു വരുമ്പോ കൊക്കക്കോളയ്ക്ക് മിറിന്റെ കേക്ക് പരസ്യമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യുന്നത് പോലും തെറ്റാണ്. ഈ ആള് സൊസൈറ്റിയിലെ ഒരു അങ്ങനെയുള്ള ആൾക്കാരുടെ ഫ്രെയിം ചെയ്യുമ്പോഴേ ഒരു നമുക്ക് മറുപടി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് നിങ്ങൾ ഇങ്ങനത്തെ ഉള്ളൊരു ക്വസ്റ്റ്യൻസ് ചേച്ചി എങ്ങോട്ട് കയറി പോണ്ട, ഞാൻ പ്രാങ്ക് ആക്കാൻ നോക്കിയത്. ഇനി എന്നെ താഴെ തള്ളിയിടും, അതവിടെ കിടക്കട്ടെ. ഞാൻ ചുമ്മാ ചോദിച്ചതാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇങ്ങനത്തെ ഉള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിവതും നമ്മളൊരു ഇന്റർവ്യൂവിന് ചോദിക്കും. നമ്മളത് ചോദിക്കേണ്ട കാര്യമല്ലത്. കാര്യം വെച്ചാൽ ഇപ്പൊ എനിക്ക് മദ്യം കഴിക്കണേ ഞാൻ കഴിക്കാം, ചേച്ചിയുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല. അല്ല അത് ഞാൻ ചോദിക്കട്ടെ, അതൊരു വലിയൊരു എന്താ പറയുക സോഷ്യൽ ക്രൈം പോലെ നിങ്ങൾ കാണാതിരിക്കുക. അതിനെക്കാട്ടിൽ നമ്മൾ എന്താ പറയാ നമ്മുടെ സൊസൈറ്റിയിൽ ആൻസർ ചെയ്യുന്ന പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താ അതിനെപ്പറ്റി ചോദ്യം ചോദിക്കാത്ത? അല്ല ഞാൻ അഡ്വക്കേറ്റ് അല്ല. ചേച്ചി നിങ്ങളുടെ കണ്ണിന്റെ കുഴപ്പമാണ്. ഈ ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ചേച്ചി ഈ മസിൽ പിടിച്ച് ഇതിന് സംസാരിക്കാതെ ഇത്രയും കൂളായിട്ട് എന്നോടൊപ്പം ഫസ്റ്റ് ടൈം നമ്മൾ കാണുകയാണ്. പക്ഷെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാര്യം ഇങ്ങനെ സംസാരിക്കുന്ന ആർട്ടിസ്റ്റുകൾ വളരെ പൊതുവേ കുറവാണ്. കമ്പയറിംഗ് ചെയ്യുന്ന എൻ്റെ ഒരു ഗ്രാഫ് ഞാൻ വന്നതെന്ന് പറഞ്ഞാൽ ഞാനൊരു കോളേജിലെ പ്രൊഫസറാണ്. ഇപ്പോഴും ഗസ്റ്റായിട്ട് ഇറക്കി പോകാറുണ്ട്. താങ്ക് യു. പ്രൊഫസർ ഏത് കോളേജിലാണ്? സൈക്യാട്രി എൻ്റെ സബ്ജക്ട്. പക്ഷെ ഞാനത് ചേച്ചി വിക്കിപീഡിയ ഇതെല്ലാം കണ്ടിട്ടാണ് വന്നത്. ഞാൻ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി ഇരുന്നതാണ് അതിനകത്ത്. എങ്ങനെയുണ്ട് ചേച്ചി സീരിയലിലേക്ക് ഈ ഒരു സീരിയലിൽ ജോയിൻ ചെയ്തതിനു ശേഷമുള്ളൊരു കാര്യം? കൂടുതൽ കഥാപാത്രങ്ങൾ വരുമ്പോൾ നമ്മൾ കൂടുതൽ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കും, സെലിബ്രിറ്റിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഒരു കഥാപാത്രം വരുമ്പം ചില സമയങ്ങളിൽ അതായിട്ടുണ്ടോ? ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എന്നെ ആദ്യമേ ഞാൻ സീരിയൽ ടോട്ടലി ചെയ്യുന്നില്ല എന്ന് ഞാൻ മാറി നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. സിനിമ മാത്രം ഫോക്കസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പുറത്തോട്ട് പോകേണ്ടി വന്നു. അന്നേരം ടോട്ടലി അഭിനയം നിർത്തിയിരിക്കുന്ന സമയത്താണ് ജനാർദ്ദൻ സാറാണ് എന്നെ ഈ ക്യാരക്ടറിന് വിളിക്കുന്നത്. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാനിപ്പം സീരിയൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അങ്ങനെയല്ല, ഈ ഒരു ഇതിൻ്റെ തമിഴ് വേർഷനുണ്ട്, അപ്പോൾ എന്നോട് ത്രിനായിനി അതൊന്ന് പോയി കാണണം, ഇതിനൊന്ന് കണ്ടിട്ട് എന്നോട് വിളിക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ സാർ എന്നോട് ഒറ്റ വാക്കിൽ എൻ്റെ ക്യാരക്ടറിനെ ഡിസ്ക്രൈബ് ചെയ്തു തന്നു. അപ്പോൾ ആ ഒരു ഡിസ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെയാണ് ഞാൻ പിന്നെ ചിന്തിക്കുകയും പിന്നെ നാട്ടിലേക്ക് വരുന്നത്, ഈ സീരിയലിന് വേണ്ടിയിട്ട് കമ്മിറ്റ് ആകുന്നത്. ഒക്ടോബറിൽ ഞങ്ങളുടെ മോക്ക് ഷൂട്ട് കഴിഞ്ഞു. പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടും പിന്നെ ഷൂട്ടിംഗ് നടക്കുന്ന ഏപ്രിലാണ്. നിയർലി ഒരു ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 6 മാസം വരെ നമുക്ക് കറക്റ്റായിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ പ്രോജക്റ്റുകൾ വരും. അപ്പം ഞാൻ സാറിനെ വിളിക്കും, സാർ എങ്ങനെ ഈ പ്രോജക്റ്റ് നടക്കുമോ, എന്താ ഞാൻ വെയിറ്റ് ചെയ്യണോ അതോ കൊടുക്കണ്ടോ? ഇല്ല, ഈ പ്രോജക്റ്റ് നടക്കും, ഹോൾഡ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടത് കാരണം ഞാൻ വേറെ ഒന്നും കമ്മിറ്റ്മെൻറ്റ് കൊടുക്കാതെ ഞാൻ നിന്നിരുന്ന ക്യാരക്ടറാണ്. പക്ഷേ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു. നല്ലൊരു സെൻട്രൽ നെഗറ്റീവ് ടൈറ്റിൽ ക്യാരക്ടറാണ്. അപ്പം നെഗറ്റീവ് എപ്പോഴും എല്ലാവർക്കും ഭയങ്കര ക്യാച്ചിങ് ആണ് അല്ലേ? വെളിയിലുള്ള ഈ ഓഡിയൻസിനും അല്ലെ പ്രേക്ഷകർക്കൊക്കെ പെട്ടെന്ന് ദേഷ്യത്തിലായിരിക്കും ആദ്യം കാണുന്നത് അല്ലേ? പക്ഷേ ഇപ്പോഴത്തെ ആളുകളുടെ ആറ്റിറ്റ്യൂഡ് അങ്ങ് മാറി. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ചിലവർ ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മളെ അടിക്കാൻ വരിക. എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അടിക്കാൻ വരിക, ഇഷ്ടപ്പെട്ടു. അപ്പം ഈ പഴയ അമ്മച്ചിമാർ അവരുടെ ഒരു ശുദ്ധത കാരണമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവർക്കത് അറിയാം, അത് അഭിനയമാണ്, കുഴപ്പമില്ല. എന്നിട്ട് പറയാം, എന്നാലും ഞങ്ങളുടെ പാർവതി ഇങ്ങനെ ഉപദ്രവിക്കല്ലേ. അപ്പം അത് കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും സന്തോഷം തോന്നുക. കാരണം അവരുടെ വീട്ടിലെ ഒരു അംഗമായിട്ട് പാർവതീനെ അവർ ഉൾക്കൊണ്ടല്ലോ. അപ്പോൾ പാർവതിയെ ഉൾക്കൊള്ളുമ്പോഴാണ് നമ്മുടെ സീരിയൽ റീച്ച് എടുക്കുന്നത്. തീർച്ചയായിട്ടും അത് ഉൾക്കൊള്ളുമ്പോഴാണ് റീച്ച് വരുന്നത്. അതുപോലെ തന്നെ ഈ സീരിയലിനെ കുറിച്ച് ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടർ ഇത് ചെയ്യുന്നെങ്കിലും പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. എന്നോട് ഒത്തിരി പേര് കാണുമ്പം പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജും ചെയ്യാറുണ്ട്. മെയിൻലി അവർ ചോദിക്കുന്നത് ഞാൻ എവിടുന്ന് എൻ്റെ കോസ്റ്റ്യൂംസ് എടുക്കുന്നത്, അതാ മിക്ക ആളുകളും ചോദിക്കുന്നത്. താങ്ക് യു. അപ്പം അവർക്ക് ഞാൻ ഓർണമെന്റ്സ് എവിടെ നിന്ന് എടുക്കുന്നത്, കോസ്റ്റ്യൂംസ് എവിടെ നിന്ന് എടുക്കുന്നത്, അതാ മെയിൻലി അവർ ചോദിക്കുന്നത്. പക്ഷെ അതൊക്കെയാണെങ്കിൽ നമുക്ക് സന്തോഷം തോന്നും, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് അറിയുന്നത് കാരണം. എനിക്കൊന്ന് ഒരു 20-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ള യുവതികൾ സീരിയൽ കാണുന്നത് തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ്, ഓർണമെന്റ്സ് ഒക്കെ വാച്ച് ചെയ്ത് എവിടെ നിന്ന് ലഭിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എനിക്കത് പണ്ട് അങ്ങനല്ല, ഇപ്പൊ അത് ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു. അത് യൂസ്ഫുൾ ആവുന്നുണ്ട് മറ്റുള്ളവർക്ക്. ഈ കോസ്റ്റ്യൂം യൂസ്ഫുൾ ആവുന്നുണ്ടോ? നമ്മൾ എടുക്കുന്ന ഒരു സ്റ്റൈല് പലരും പാറ്റേൺ ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന ആ ഒരു ചേച്ചി, അപ്പം ആ ചേച്ചി എനിക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ട് ചേച്ചിയുടെ പേജിലിടും. അപ്പോൾ ആ പാറ്റേൺ കണ്ടിട്ട് ഒത്തിരി പേര് ചേച്ചി
തയ്ക്കാൻ വരാറുണ്ട്. പറയാറുണ്ട്. അതൊക്കെ നമുക്ക് എപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ മറ്റുള്ളവരിലും കൂടെ റീച്ചായി എന്ന് തോന്നുമ്പോൾ. ചേച്ചി, എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടല്ലേ ഈ ഒരു കല്യാണത്തിന് വേണ്ടിയിട്ട് തന്നെ. അപ്പം അവരും എക്സ്ട്രാ ആർട്ടിസ്റ്റ് അതന്നെ ഇപ്പം ആ ഒരു പേരാക്കിയല്ലേ. ജൂനിയർ എന്നുള്ളത് എപ്പോഴും പറഞ്ഞ് യൂഷ്വലി അങ്ങനെ എക്സ്ട്രാ ആർട്ടിസ്റ്റുകൾ, ഗസ്റ്റ് ആർട്ടിസ്റ്റുകൾ, അത് നല്ല വേർഡ് തന്നെയാണ്. അപ്പോൾ ഈ ഗസ്റ്റ് ആർട്ടിസ്റ്റുകളൊക്കെ വരുന്ന സമയത്തും അവർക്കും ചില ആഗ്രഹങ്ങൾ കാണുമല്ലോ. ഏതെങ്കിലും സീരിയൽ ലൊക്കേഷനിൽ അങ്ങനെ ഗസ്റ്റ് ആർട്ടിസ്റ്റ് വന്നിട്ട് എനിക്കും കൂടെ ഒരു മെയിൻ റോൾ, ഒരു ഡയലോഗ് ഉള്ളൊരു അല്ല. പക്ഷേ അങ്ങനെ ഇപ്പോൾ ഒത്തിരി സീരിയലിൽ നടക്കുന്നുണ്ട്. അതായത് പലതിനകത്തൊക്കെ അവർ ചിലപ്പം ജസ്റ്റ് ഒന്ന് ആഗ്രഹം മൂത്തൊന്ന് തല കാണിക്കാൻ വന്നവരെ ഞാൻ പിന്നീട് ഈവൻ ഞങ്ങളുടെ സീരിയലിൽ പോലും അല്ലെങ്കിൽ വേറെ പല സീരിയലിലും മെയിൻ സ്ട്രീമിൽ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? അപ്പം സീരിയൽ ഇൻഡസ്ട്രി ഇങ്ങനെ വൈഡായിട്ട് കിടക്കുക, ആളുകൾക്ക് എപ്പോഴും ഫ്രഷ്നെസ് വേണം. അപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകളെയും അവർ കാണുമ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് ചാൻസസ് കിട്ടുന്നു. പഴയ കാലഘട്ടമല്ല, ഇപ്പം ഒത്തിരി റെവല്യൂഷൻസ് നടക്കുന്നുണ്ട്, ഒത്തിരി ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അല്ല, അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ ചേച്ചി ലൊക്കേഷൻ? ഒത്തിരി പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ പലരും പുഷ് ചെയ്തിട്ടുണ്ട്, അത് അവർക്ക് അറിയുകയും ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ചേച്ചിയെടുത്ത് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഈ ലൊക്കേഷനിൽ വന്നിട്ട് ചോദിക്കുകയാണ് എനിക്കിവിടെ ഒരു ചാൻസ്, ഡയലോഗുള്ള ഒരു ചാൻസ് വാങ്ങിച്ചു തരാൻ പറ്റും? അല്ല, അപ്പം നമ്മളല്ല അത് ചാൻസ് മേടിച്ചു കൊടുക്കുന്നത്. നമുക്കൊന്ന് അവരിലേക്ക് എന്താ പറയുക, ഒരു റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, ഒരു ഗെറ്റ് ത്രൂ ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്തൊരു ക്യാരക്ടർ വരുമ്പോൾ അവർ ചിലപ്പോൾ ചോദിച്ചു ചേച്ചി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ, അപ്പം ചിലപ്പോൾ പറയാം ഇന്ന ഒരാളുണ്ട്, നിങ്ങൾ വിളിച്ച് നോക്കുക, ചിലപ്പം നല്ലതാണെങ്കിൽ എടുക്കുക, അങ്ങനെ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. എന്നാ റെക്കമെൻഡ് ചേച്ചി വേണ്ട, ഞങ്ങൾക്ക് ഒരു നായകനെ മതി. പറഞ്ഞു ചേച്ചി ഇതൊക്കെ ഒരു പണ്ടായിട്ട് ഇവിടെയൊക്കെ സൗണ്ട് കേൾക്കുന്ന നമ്മുടെ ലൊക്കേഷനിലായോണ്ടാട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരെ വിളിച്ചു വരുത്താണ് കല്യാണം നടക്കാൻ. അപ്പൊ ആർട്ടിന്റെ ആ ഒരു സ്ട്രഗിളും എല്ലാം നിങ്ങൾക്ക് അറിയാലോ. ഒരു കല്യാണം സാധാരണ ഒരു കല്യാണത്തിൽ എന്തൊക്കെ നടക്കുന്നോ അതുപോലെ തന്നെ ഇവർക്ക് അത്രയും സെറ്റിങ്സും എല്ലാം ചെയ്യുന്നുണ്ട്. അത് 2 ക്യാമറ വെച്ചപ്പോൾ ഷൂട്ട് നടക്കുന്നത്, പുറത്തൊരു സീൻ, ഒരു ക്രൂഷ്യൽ യൂണിറ്റ് സമയമാണ് ഇപ്പൊ ഞങ്ങളുടെ സീരിയലിൽ. അപ്പൊ അത് കാരണം ഒരു സീൻ പുറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അതേ സെയിം ആർട്ടിസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അകത്ത് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ രണ്ടിടത്ത് മാറി അഭിനയിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേനും മഴ നമുക്കൊരു വില്ലനായിട്ട് വന്നിരിക്കാം. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ മഴ വേണം, ഭയങ്കര കഠിനമായ ചൂട്. പക്ഷേ കുഴപ്പമില്ല, നമ്മുടെ കൺട്രോളേഴ്സും ഡയറക്ടറും ഒക്കെ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തു. കാരണം എക്സ്റ്റീരിയർ ഷോട്ട് എല്ലാം മഴയ്ക്ക് മുമ്പേ അങ്ങ് എടുത്തു. ഇപ്പൊ അകത്തോട്ട് കയറി, അപ്പൊ പിന്നെ വലിയ പ്രശ്നമില്ല. ദുബായിലായിരുന്നു വെച്ചു. ദുബായിൽ എന്താണ് അവിടെ എന്തായിരുന്നു? എനിക്ക് പബ്ലിക് സ്വന്തമായിട്ട് ഒരു ചെറിയൊരു സ്ഥാപനം ദുബായിൽ ദേറയില്. എന്ത് സ്ഥാപനം അവിടെ? പബ്ലിക് റിലേഷൻസിന്റെ. ദേറയിൽ വരുമ്പോൾ എന്തായാലും ചേച്ചി അവിടെ നിന്ന് വരണം. ചേച്ചിയുടെ കോൺടാക്ട് നമ്പർ തരണം അവിടുത്തെ. നമ്മുടെ അനുചേട്ടനും ദുബായിലായിരുന്നു ജോലി ചെയ്തത്. എന്റെ കണ്ടുപിടിക്കാൻ ഓഫീസ് എളുപ്പമാണ്. ദുബായിയുടെ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ്, അവിടുത്തെ ലൈസൻസിങ് ഏജൻസിയാണ്. എക്കണോമിക് ഡിപ്പാർട്ട്മെന്റിന്റെ സെയിം ബിൽഡിംഗിൽ തന്നെയാണ് എൻ്റെ ഓഫീസ്. അവിടെ വരുമ്പോൾ ചിലപ്പോൾ പറയാം ചേച്ചി താമസിക്കാൻ സ്ഥലമില്ല, പൈസ ഇല്ല, വിളിച്ചാൽ ചേച്ചി ഫോൺ എടുക്കത്തെ. വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്. അല്ല ചേച്ചി, അവിടെയൊക്കെ ഇനാഗ്രേഷൻ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഇനിയും അവിടെ ദുബായ് മാളിലൊക്കെ വന്നിട്ടുണ്ട്. ഇനിയും വരണമെന്ന് ആഗ്രഹങ്ങളുണ്ട്. ദുബായ് മോളിൽ വരുമ്പോൾ എന്നെ വിളിക്കല്ലേ? ദുബായ് മോളിൽ വന്ന് എന്നെ വിളിക്കരുത്, കാരണം അത് നമുക്ക് താങ്ങാൻ പറ്റത്തില്ല, അഫോർഡബിൾ അല്ല. അങ്ങനല്ല, കാണുന്ന ആരെയും ചേച്ചി പറഞ്ഞത്. ചേച്ചി അങ്ങോട്ട് ട്രീറ്റ് ചെയ്യും പോലെ, നമുക്ക് കാണാം. ഞാൻ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യും ദുബായ് മാളിൽ കൊണ്ടുപോയി. ചേച്ചി വളരെ സന്തോഷം. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും സിമ്പിൾ ആണെന്നുള്ള അറിഞ്ഞിട്ടില്ല. സത്യത്തിൽ ജാടയാണെന്ന് വിചാരിച്ചിരുന്നേ. അതുപോലെ ഒരാളെയും കൊണ്ട് ജാടെന്ന് വിചാരിച്ചത് നമ്മുടെ അമൃത ജാസ്മിൻ കഥാപാത്രം ചെയ്തു. പക്ഷെ സംസാരിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ കാണിച്ചത്. ഈ നമ്മൾ ചില കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ ചില ആൾക്കാരെ നമ്മൾ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യും. അവരുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മേ ബി നമ്മൾ ചെയ്യുന്ന ഒരു റോളും കൊണ്ടായിരിക്കാം. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് റോൾ ചെയ്യുമ്പം ചിലർക്ക് അത് ഒരു ഭയങ്കര സാധനം, റിയൽ ക്യാരക്ടർ അങ്ങനെയാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ടാകും. പക്ഷെ ചിലവർ എന്നാൽ അപ്പം നമ്മൾ റിയലായിട്ട് നമ്മളെ കാണുമ്പോഴത്തേക്ക് അയ്യോ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ആളാണോ അത്ര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നത് അങ്ങനെ തോന്നുന്നു. അത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം ഉണ്ടാവും. അത് വളരെ ഡിഫറെന്റ് ഷെയ്ഡ് അല്ലേ? വൺ ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആക്ടിംഗ് ആണ്, സെക്കൻഡ് ഷെയ്ഡ് റിയൽ ലൈഫാണ്. അതിനകത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ എങ്കിൽ പോലും ചേച്ചിയുടെ ക്യാരക്ടറിനെ ബേസ് ചെയ്തിട്ട് ഈ ഒരു അപ്പിയറൻസിൽ എല്ലാ എപ്പിസോഡിലും ബിഗ് ബോസിൽ ഇതുപോലത്തുള്ള താരങ്ങളെ കൊണ്ടുവരാറുണ്ട്. മീൻസ് ഏജ് വൈസ് അല്ല ഞാൻ പറഞ്ഞത്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് വിളിച്ചിട്ടുണ്ടോ? അങ്ങനെ എത്ര സീസണിൽ വിളിച്ചിട്ടുണ്ട്? അതായത് കൊറോണയുടെ സമയത്ത് നിന്നുപോയ ഒരു 2021 ആ സമയത്ത് എന്നെ വിളിച്ചായിരുന്നു. അപ്പം എനിക്ക് താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. രജിത്തേട്ടന്റെ എപ്പിസോഡാണോ അതോ പക്രു അല്ല ഉള്ളത്? ആരുടെയാന്ന് എനിക്ക് ഓർമ്മയില്ല. കൊറോണയുടെ സമയത്ത് നിന്നുപോയ ആ ഒരു ഇതിന്റെ അന്നേരമൊക്കെ ഇപ്പോഴത്തെ ഉള്ളതുപോലെ വലിയ ഓഡീഷനോ അങ്ങനെ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം അങ്ങനെ ജസ്റ്റ് പേര് നോമിനേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചായിരുന്നു. പക്ഷെ
എനിക്ക് താല്പര്യമില്ല. പുള്ളി എല്ലാവരും ആടിച്ചോടിക്കുകയാണ് കേട്ടോ അങ്ങോട്ട് നിൽക്കാനായിട്ട്. കാര്യം അവർക്കും റിസ്ക് ആണ്. നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പം അവിടെ അടുത്ത കാരണം 2 യൂണിറ്റ് നടക്കുന്നുണ്ട്. ഒരു യൂണിറ്റിൽ നിന്ന് ആർട്ടിസ്റ്റിനെ വിളിച്ച് അപ്പുറത്തെ യൂണിറ്റിലോട്ട് കൊണ്ടുപോകണം. പാട് തന്നെയാണ്. പക്ഷെ നമ്മള് സീരിയല് കാണുന്നതല്ല, നമ്മളിവിടെ വരുമ്പോഴേ അറിയുള്ളൂ അതിന്റെ ബുദ്ധിമുട്ടുകൾ. എല്ലാവരും കാണുമ്പം എനിക്ക് സിമ്പിൾ അല്ലേ. പിന്നെ ചിലരുടെ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് ഷൂട്ട് ചെയ്യുന്ന കാര്യമാണ് അവരിന്ന് വൈകിട്ട് കാണുന്നത്. അങ്ങനെ ആളുകൾ അതും ഭയങ്കര റിസ്ക്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളുടെ കഷ്ടപ്പാടുണ്ട്. ഇങ്ങനത്തെ ക്യാമറയിലുള്ള പോലെ തന്നെ മേക്കപ്പ് ഇട്ട് ചിലപ്പോൾ രാവിലെ ഇരുന്നിട്ട് ചിലപ്പോൾ വൈകിട്ടായിരിക്കും അല്ലേ. ഏറ്റവും വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫാദറിൻ്റെ ബ്രദർ മരിച്ചു പോയിട്ട് ഞാൻ ആദ്യമേ ജസ്റ്റ് പോയി ഒന്ന് ഞാൻ കണ്ടു. എൻ്റെ ഇന്ന് ഫ്യൂണറൽ ആയിരുന്നു. ഞാൻ ഇന്നലെ ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് മരിച്ചത് 15-ാം തീയതി മരിച്ചു. ഇന്ന് ഫ്യൂണറൽ ആയിരുന്നു. ഞാൻ ഇന്നലെ രാത്രി ഇവിടുന്ന് ഷൂട്ട് കഴിഞ്ഞ് നേരെ പോയി ഷൂട്ട്. അത് ഫ്യൂണറൽ നിൽക്കാൻ പറ്റിയില്ല കാരണം ഇന്ന് ക്രൂഷ്യൽ ഇന്നായിരുന്നു ഇവിടുത്തെ ക്രൂഷ്യൽ എപ്പിസോഡ് ആയതുകൊണ്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനത് പോയിട്ട് ഞാൻ ഇന്ന് വന്ന് ഞാൻ അഭിനയിക്കുകയാണ്. ഇപ്പോൾ ഫ്യൂണറൽ ഉച്ചയ്ക്ക് ഫ്യൂണറൽ ഇന്നിപ്പോൾ നടന്ന് ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റിന്റെ ലൈഫ് അങ്ങനെയാണ്. അതാണ് നമ്മുടെ ലൈഫ്. നമുക്ക് അതെ, കാരണം ഇത്രയും ഈ ഹോളും ബുക്ക് ചെയ്ത് ഇത്രയും ആർട്ടിസ്റ്റുകളുടെ ഡേറ്റും എടുത്ത് ഇത്രയും രൂപ നമ്മുടെ പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്ത് നിൽക്കുമ്പം നമ്മൾ ശരിയാണ്. പലരും എന്നോട് ചോദിച്ചു നിനക്കിന്ന് പോകണോ എന്നുള്ള രീതിയിൽ പലരും വീട്ടിൽ ചെന്നപ്പോഴാണെങ്കിലും ചോദിച്ചു. പക്ഷേ വീട്ടുകാർക്ക് കാര്യം മനസ്സിലാവും, എല്ലാവർക്കും അത് മനസ്സിലാവില്ല. കാരണം ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഒരു മനുഷ്യനോട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിൽക്കുമ്പം നമുക്കിങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അഡ്ജസ്റ്റ്മെന്റ്. പക്ഷേ ചേട്ടാ തീർച്ചയായിട്ടും കാര്യം ഒരു സല്യൂട്ടുണ്ട്. കാര്യം പറയാനൊന്നുമില്ല. കാര്യം ഒരു മരണ വീട്ടിൽ നിന്ന് വന്നിട്ട് ആക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളെന്തായാലും ഉള്ളിൽ ആ ഒരു ടെൻഷൻ കാണും. ആൾക്കാർ എന്ത് പറയും, അല്ലെങ്കിൽ അതിന് ഫ്യൂണറിൽ നമ്മൾ കൂടാൻ പറ്റിയില്ല എന്നൊക്കെയുള്ള ടെൻഷനുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ടാണ് അഭിനയിക്കുന്നത്. ഫേസിൽ കാണുന്നില്ല അത്. അത് ചില സമയത്ത് ഓർമ്മ വരുമ്പം ആ ഒരു ഇത് വരും. പിന്നെ നമ്മൾ ആ സീനിലോട്ട് വരും. ഇല്ല, ഫ്യൂണറൽ ഇന്ന് ഫ്യൂണറൽ ഇനിയും 7-ന്റെ പ്രാർത്ഥനയുണ്ട്, 41-ന്റെ ഉണ്ട്. അന്നേരമൊക്കെ ഞാനിങ്ങനെ പത്തനംതിട്ടയിലാണ് ഷൂട്ടിംഗ് നടക്കുന്ന ട്രിവാൻഡ്രം. അപ്പോൾ എങ്ങനെയും ഒരു 2.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഒറ്റയ്ക്കാണോ? അല്ല, ഇന്ന് ഞാൻ സാധാരണ യൂഷ്വലി ഞാൻ തന്നെയാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഒരാളെ ഡ്രൈവറിനെ വിളിച്ചോണ്ടാ പോയത്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടം. പക്ഷെ അതുകൊണ്ട് ഞാൻ അത്ര ടയേർഡ് ആയില്ല. ഇന്നലെ ഹെവി സീൻസ് ആയിരുന്നു, പ്രീ വെഡിങ്ങിന്റെ ഒക്കെ ആയിരുന്നു. വളരെ സന്തോഷമുണ്ട് ചേച്ചി. നമ്മൾ 3 ടേക്കായിട്ടാണ് നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിക്ക് പോകേണ്ടതായിട്ട് വന്നു. പ്രേക്ഷകരോട് എന്താ ചേച്ചി പറയാനുള്ളത്? അതിന് മുമ്പ് നല്ല സ്മൈൽ കേട്ടോ, അതിന് പറയട്ടെ. നല്ല ചിരി കേട്ടോ. ആരെങ്കിലും പറയാറുണ്ട് നേരത്തെ? ഇപ്പൊ കമന്റ് വരും ആണ്ടിരിക്കുന്ന കോഴിയെന്ന്. എന്നെ ഞാനൊരു ഇതായിട്ട് പറയാം, ചിരി കൊള്ളാന്നുണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, എന്നെ കൊല്ലരുത്. ചേച്ചി പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകര്, നിങ്ങളാണ് ഞങ്ങളെ ഇത്രയും സപ്പോർട്ട് ചെയ്ത് പാർവതി എന്നുള്ള സീരിയൽ ഇപ്പം ഞങ്ങൾ 300 എപ്പിസോഡ് പിന്നിട്ട് നിൽക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആയത്. പ്രഭാവതി എന്നൊരു ക്യാരക്ടർ ഇത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിൽ ഇവിടെ നിൽക്കുന്നതും നിങ്ങളാണ് ഡിനി എന്നുള്ള ആളിനെ ആർട്ടിസ്റ്റ് ആക്കി ഇത്രയും കൊണ്ടുവന്നതും. അപ്പം വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുക. താങ്ക് യു. തീർച്ചയായിട്ടും ചേച്ചി പറഞ്ഞ പോലെ തന്നെ അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ എത്തട്ടെ. ഈ 2024 എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടുത്തൊരു അവാർഡ് വാങ്ങിച്ചിട്ട് ഞാൻ അടുത്തൊരു ഇന്റർവ്യൂ എടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സീരിയൽസിനും അവാർഡ് നൈറ്റൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ കിട്ടട്ടെ. സിനിമയിലേക്ക് ഇനി കൂടുതലായിട്ട് സിനിമയിലേക്ക് ഇൻവോൾവ് ആവട്ടെ. ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് ഒരു കോൾ വന്നത് ഒരു മൂവിയുടെ ചർച്ചയായിരുന്നു. അതും അല്ലല്ല, ഒരു മൂവിയുടെ കൺഫേം ആയിട്ട് വിളിച്ചതാണല്ലേ. അപ്പോൾ അതും നടക്കട്ടെ. ഇനിയും നല്ല മൂവികൾ കിട്ടട്ടെ, കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി റെക്കമെൻഡ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു അനീഷ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. നിങ്ങൾക്കും നിങ്ങളുടെ ചാനലിനും താങ്ക് യു സോ മച്ച്. ബൈ.